ഹലോ അസ്സലാമു അലൈക്കും. ബേക്കിംഗ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബസ്ബൂസയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നമുക്ക് ഓവൻ ഇല്ലെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതേ രീതിയിൽ സെയിം റെസിപ്പി നമുക്ക് ഓവനിലും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് റവ എടുത്തിട്ടുണ്ട്. മെഷർമെൻറ്റ് കപ്പിലാണ് കേട്ടോ എടുത്തത്. പിന്നെ അരക്കപ്പ് പൊടിച്ച പഞ്ചസാര, പിന്നെ വേണ്ടത് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ. വെജിറ്റബിൾ ഓയിൽ എന്തും ചേർക്കാം കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ എത്തുന്ന വിധത്തിൽ മിക്സ് ചെയ്തെടുക്കണം. ഇത് കട്ടയുണ്ടെങ്കിലൊക്കെ ഒന്ന് നല്ലോണം ഇങ്ങനെ അമർത്തി കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കോക്കനട്ട് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇത് വാങ്ങാൻ കിട്ടും, റെഡിമെയ്ഡ് കോക്കനട്ട് പൗഡർ എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ഡെസിക്കേറ്റ് കോക്കനട്ട് ആ ഒരു രീതിയിൽ ഹോം മെയ്ഡ് ഉണ്ടാക്കിയിട്ട് നല്ലോണം പൊടിച്ചെടുത്താൽ മതി. പിന്നെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂണ് വനില എസൻസും കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇത് 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം. അപ്പോൾ റവയൊക്കെ നല്ലോണം സോഫ്റ്റായിട്ട് കുറച്ചും കൂടി ഇത് നല്ല തിക്കായിട്ട് വരും. അപ്പോൾ ഇപ്പോൾ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. നമുക്കിത് 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇത് 10 മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റവയൊക്കെ നല്ല സോഫ്റ്റായിട്ട് കുറച്ചും കൂടി തിക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് ഏത് ബേക്കിംഗ് ട്രേയിലാണോ നമ്മൾ ബേക്ക് ചെയ്യുന്ന ആ ഒരു ട്രേ എടുത്തിട്ട് അതിലേക്ക് കുറച്ചൊന്ന് ഓയിലാക്കി കൊടുക്കുക. നമ്മൾ സാധാ ചെയ്യുന്നതിനേക്കാളും കുറച്ച് കൂടുതലൊന്ന് ഓയിൽ സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ ഒരു ബാറ്ററി ഇതിലേക്ക് ആക്കി കൊടുക്കുക. ഒന്ന് നിരത്തി കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒരേ ലെവലാകുന്ന രീതിയിലൊന്നാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മാർക്ക് ജസ്റ്റ് ഒന്ന് ഇപ്പം തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ നമ്മൾ ഏത് രീതിയിലാണോ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു രീതിയിൽ മാർക്കാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് പിന്നീട് എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞാനിവിടെ ബേക്ക് ചെയ്യുന്നത് ഓവനിലല്ല കേട്ടോ, ഗ്യാസ് സ്റ്റോപ്പിലാണ്. ഗ്യാസ് സ്റ്റോപ്പിൽ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ സമയം കുറച്ചും കൂടി കൂടുതൽ എടുക്കുന്നുണ്ട്. പിന്നെ ആ മുകളിലുള്ള ആ ഒരു ബ്രൗണിഷും ഒരിച്ചിരി കുറയുന്നുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ബേക്ക് ചെയ്യുന്ന സംഭവവും ഈ ഒരു രീതിയിൽ ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഗ്യാസ് സ്റ്റോപ്പിൽ. ഇനിയിപ്പോൾ ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ബദാം സ്ലൈസ് ചെയ്തത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇങ്ങനെയുള്ളൊരു പോട്ട് നല്ല ചൂടാക്കി വെക്കണം. ഒരു 10 മിനിറ്റ് നന്നായി ചൂടായതിന് ശേഷം മൂടി വെച്ചിട്ട് നല്ല ചൂടാക്കി എടുത്തതിന് ശേഷം അതിനകത്തോട്ട് ഈ ഒരു ബാറ്റർ വെച്ച ബേക്കിംഗ് ടിന്ന് ഇറക്കി കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 50-60 മിനിറ്റ്, ഓൾമോസ്റ്റ് 1 മണിക്കൂറിൻ്റെ അടുത്ത് എടുക്കുന്നുണ്ട്. പിന്നെ അരമണിക്കൂറോളം തുറന്ന് നോക്കരുത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കണം. അതിന് 1/2 കപ്പ് ഷുഗറും അതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ലെമൺ ഡ്രോപ്സും കൂടെ ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇത്രയും മതിന്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇപ്പോൾ 1 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ബസ്ബൂസ എന്തായി നോക്കാം. ഇടയ്ക്ക് ഞാൻ നോക്കിയിരുന്നു. ഇപ്പോൾ നല്ല കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. ഇത് ചൂടോടെ തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പാകം ഒന്നും കൂടെ കട്ട് ചെയ്തിട്ട് ചൂടോടെ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ചൂടോടെ തന്നെ ഇതിൻ്റെ മുകളിലോട്ട് ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുക. ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കണമെങ്കിൽ ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കാം. ഞാൻ പകുതി ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിലോട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് 1 മണിക്കൂറൊക്കെ ഇങ്ങനെ വെച്ചതിന് ശേഷം സെർവ് ചെയ്യുക കേട്ടോ. ഫ്രിഡ്ജിലൊന്നുമല്ല, പുറത്ത് തന്നെ വെച്ചാൽ മതി. ഇതിപ്പോൾ കുറച്ച് ചൂടാറിയിട്ടുണ്ട്. ഞാനൊരു പീസ് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അടിഭാഗമൊന്നും ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഷുഗർ സിറപ്പ് കുറച്ച് ആഡ് ചെയ്തിട്ട് സെർവ് ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം.
സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.